പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്കും ആർമിക്കും ആൻഡ് എവ്രി വൺ ഹു ലവ്സ് BTS. അപ്പോൾ ഇന്ന് BTSൻ്റെ 11th ആനിവേഴ്സറിയാണ് ആൻഡ് BTS ഫെസ്റ്റ ഇസ് ഹാപ്പനിങ്. അപ്പോൾ നമ്മളും അതിന് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ജംഷിൽ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ആണ് BTS ജിന്നിൻ്റെ ഹഗ് ഇവൻറ്റും. അപ്പോൾ ആ ഇവൻറ്റിന് നമ്മൾ പോകുന്നില്ല, കാരണം അതിൽ പോകണമെങ്കിൽ നമ്മൾ റാഫിൾ വിൻ ചെയ്യണം. റാഫിൾ വിൻ ചെയ്യണമെങ്കിൽ നല്ല ലക്ക് വേണം, പിന്നെ കുറേ ആൽബംസ് വാങ്ങിക്കണം. ഞാൻ മുമ്പൊക്കെ ട്രൈ ചെയ്ത കാരണം ഇപ്പം ആ പരിപാടിക്ക് നിൽക്കാറില്ല, ബിക്കോസ് എനിക്ക് മടുത്തു. എനിവേ നമ്മൾ കിട്ടാത്ത ആർമീസിന് വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുക BTS ഫെസ്റ്റ ഓഫ്ലൈൻ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട്. അവർ ആർമി സുവനീർ കൊടുക്കുന്നുണ്ട്. ബട്ട് എൻ്റെ മനസ്സ് പറയുന്നു എനിക്കത് കിട്ടാൻ ചാൻസ് കുറവാണെന്ന്, കാരണം നമ്മൾ ഉച്ചയ്ക്കല്ലേ പോകുന്നത്, അത് മിക്കവാറും സോൾഡ് ഔട്ട് ആയിരിക്കും. ബട്ട് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഷോ യു. എനിക്ക് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, ഞാൻ ക്ലാസ് പോകണം. സോ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നവരെ നിങ്ങൾ BTS ജിന്നിൻ്റെ കമ്മിങ് ബാക്ക് വീഡിയോസ് കണ്ടോളൂ. ഓക്കെ, ഇറ്റ്സ് അമേസിങ്. നിങ്ങളവർ ഹഗ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഓ മൈ ഗാഡ്, യുനോ ഈ വീഡിയോസ് പുറത്ത് വന്നപ്പം ഞാൻ ക്ലാസ്സിലായിരുന്നേ. ബട്ട് ആ ക്ലാസ്സിലുള്ള സമയത്താണ് നമ്മളിത് കണ്ടത്. ബട്ട് സൗണ്ടിലൊന്നും വെച്ച് കാണാൻ പറ്റില്ലല്ലോ. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ, ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. അവർ ഹാവ് യു സീൻ ദെയർ ഹഗ്ഗിങ്? ഇറ്റ്സ് സോ നൈസ്. ലൈക്ക് വാ, അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഹഗ് ചെയ്യുകയാണെങ്കിൽ ഹൗ നൈസ് ഇറ്റ് വുഡ് ബി. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഹഗ് ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ നോർത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഹഗ് ചെയ്തൊന്നും നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല നമ്മുടെ ലവ്, റൈറ്റ്? എനിക്ക് അത് നമുക്ക് ഭയങ്കര മിസ്സിങ് ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഇപ്പം ഞാൻ പിന്നെയും ഫ്രണ്ട്സിനൊക്കെ ഹഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ലെറ്റ്സ് ഹോപ്പ് കൂടുതൽ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ദേ വിൽ എക്സ്പ്രസ് ദെയർ ലവ് സോ മച്ച്. ബട്ട് എനിവേ, നിങ്ങൾ വീഡിയോ കണ്ടു. കൊറിയയിലുള്ളൊരു റൂളാണിത്. ആരോഗ്യമുള്ള എല്ലാ ആൺപിള്ളേരും 18 വയസ്സ് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് മിലിറ്ററി സർവീസ് ചെയ്യണം എന്നുള്ളത്. 35 വയസ്സാണ് അതിൻ്റെ ഒരു പ്രായപരിധി. അപ്പോൾ BTSും ഇപ്പോൾ മിലിറ്ററി സർവീസിലാണുള്ളത്. അപ്പോൾ അതിൽ ജിന്നായിരുന്നു ഫസ്റ്റ് പോയത്. അപ്പോൾ ജിൻ മിലിറ്ററി സർവീസ് കഴിഞ്ഞ് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിൻ മിലിറ്ററി സർവീസ് കഴിഞ്ഞ് പുറത്ത് പോകുന്ന ദിവസമായ കാരണം ബാക്കിയുള്ള 6 മെമ്പേഴ്സും ജിന്നിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും, ഇങ്ങനെ ആൺപിള്ളേർ ഹഗ് ചെയ്യുന്നൊന്നും ചിലപ്പം പിടിക്കാത്ത ആൾക്കാരുണ്ടാവും. ബട്ട് കുറെ മാസങ്ങൾക്ക് ശേഷമാണ് അവര് വീണ്ടും കാണുന്നത്. അവര് ഒരുമിച്ച് എത്ര കാലം, 10 വർഷത്തോളം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ കുറെ കാലം കാണാണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ദേ എക്സ്പ്രസ് ദെയർ ലവ് ലൈക്ക് ദിസ് ഓൺലി. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ ബെറ്റർ വേ ദാൻ ദിസ് ടു എക്സ്പ്രസ് ദ ലവ് ഫോർ ഈച്ച് അതർ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഐ ലവ്ഡ് ഇറ്റ് ആൻഡ് ഐ തിങ്ക് every army loved it. Guys, how was the videos? So nice, no? So anyway, എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാനിങ്ങനെ ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1:30 ആകുമ്പോൾ അവിടെ ക്യൂ തുടങ്ങും. നമ്മൾ നേരത്തെ എത്തിയാൽ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ 1-2 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. സോ ഐ എം ജസ്റ്റ് റണ്ണിങ്. ആൻഡ് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഓ മൈ ഗോഡ്, കുടയില്ലാണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഉച്ചയ്ക്കൊക്കെ. എനിവേ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഐ മീൻ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. ഗൈസ്, ഫൈനലി നമ്മളിവിടെ എത്തി. ഇനി എൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. അവിടെ എത്തിയിട്ട് ഞാൻ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്, ഫൈനലി നമ്മളിവിടെ എത്തി. ഇവിടെ എല്ലാം ഓരോ ക്യൂ ആണ്, ഓരോ ഫോട്ടോ ബൂത്തിൽ പോകാൻ, പിന്നെ BTS ഐറ്റംസ് വാങ്ങിക്കാൻ. ആൻഡ് ഐ ആം സെർച്ചിങ് ഫോർ മൈ ഫ്രണ്ട്. ഗൈസ്, ഐ ഡോണ്ട് ഈവൻ നോ ഞാൻ ഈ ക്യൂവിൽ എന്തിനാണ് നിൽക്കുന്നതെന്ന്. ഫോട്ടോ എടുക്കാനാണ് ഒബ്വിയസ്ലി, ബട്ട്
ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെ ഫോട്ടോ എടുക്കും? ഓ മൈ ഗോഡ്. Guys, finally ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. വൈഷ്ണവി, say hi. Hello. No. Where? I'll tell you why. Okay, but anyway, thanks to Vaishnavi. You can just I'm say. not saying. Yeah, Yeah. you can just mention me in the video, but I'm not coming in the video today. Hi guys. No, not now, please. We look so bad. No, please, not today. Don't push me in your. ഇതാണ് ആർമി സോൺ. ഇവിടെ നിന്നാണ് നമുക്ക് ആർമി സുവനീർ കിട്ടുക. ഈ ആർമി സുവനീറിൽ ഒരു കാർഡ് ഉണ്ട്. ആ കാർഡിൽ ഒരു മെമ്പറിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും 7 മെമ്പേഴ്സിനെ ഇഷ്ടമാണെങ്കിലും ഒരാളുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ആ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്തോ സംഭവമാണെന്ന് വെച്ച് ഞാനും എക്സ്ചേഞ്ച് ചെയ്യാൻ നിന്നു. ഇറ്റ് വാസ് സോ ഫണ്ണി. ഇതെന്താണെന്ന് ഞാൻ ആർമി സുവനീർ ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, Hi, this is Ketaki, right? Yeah. Okay, I met her in. Why do I speak in English? No. ഞാൻ കേത്തക്കിനെ ഇന്നലെ ഹൈബിൻ്റെ അവിടെ നിന്നാണ് കണ്ടത്. ഇന്ന് വീണ്ടും ഇവിടെ ലൈക്ക് BTS ഫെസ്റ്റിൻ്റെ അവിടെ കണ്ടു. സോ യാ, ഷീസ് ഫ്രം ഇന്ത്യ, മുംബൈ. ഇതൊരു ഫോട്ടോ സോൺ ആണ്. ഇവിടെ ഉള്ളതിൽ കുറച്ചധികം ഭംഗിയുള്ള ഫോട്ടോ സോൺ ഇതായിരുന്നു. വേറെയും ഫോട്ടോ സോൺ ഉണ്ടായിരുന്നെങ്കിലും I think that you can get outside also. No, but it has Festa on it. Yeah, it's faster. But it's okay. So we got cute. This. No. Guys, കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ഈ ലൈനിലിരിക്കുകയാണ്. Everyone is like taking 20 minutes. So ഏതായാലും നിന്നില്ലെന്ന് വെച്ച് ഓൾമോസ്റ്റ് ഇയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്യൂട്ടിഫുൾ ഫോട്ടോ സോൺ. അവിടെ BTS ഫെസ്റ്റാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രസ് എന്നൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ താമസിക്കുമ്പോൾ പ്രസ്സിലൊക്കെ, അതായത് മീഡിയയിലൊക്കെ വരാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. സോ സേ ഹായ് ഗൈസ്, ഇത് വൈഷ്ണവി SNUവിലാണ് പഠിക്കുന്നത്. സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി. എനിവേ ഗൈസ്, ഞങ്ങൾ ആർമി സോണിൽ പോയി സുവനീർ കിട്ടി. താങ്ക്ഫുള്ളി താങ്ക്സ് ടു ഹെർ. പിന്നെ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തു. ഇപ്പം ഇറങ്ങി. ആൻഡ് നൗ വി ആർ ഹിയർ. ഇവിടെ എന്താണ് ക്രൗഡ് എന്ന് വെച്ചാൽ 8 PM ജിന്നിൻ്റെ ഇവൻറ്റ് ഇവിടെ ഓൺലൈനായിട്ട് കാണിക്കും. അപ്പോൾ അത് കാണാനുള്ള തിരക്കാണ്. നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. 8 o'clock ഓൺലൈൻ സ്ട്രീം നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഫോണിൽ തന്നെ കാണാം. കാരണം ഇപ്പോൾ സമയം 5:45 ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു. എല്ലായിടത്തും ക്യൂ ആണ് ഗൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഐ ജസ്റ്റ് ഷോ യു. ഗൈസ്, നമ്മൾ ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഫ്രഷ് ആയിട്ടില്ല ഇതുവരെ. വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ആർമി സുവനീർ സംഭവം കാണിച്ചിട്ട് പിന്നെ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്തിട്ട് പോവാന്ന്. അപ്പോൾ ഫെസ്റ്റ് അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോ ബൂത്ത്, പിന്നെന്താ വ്യൂവേഴ്സ്, മെർച്ച് കിറ്റൊക്കെ വാങ്ങിക്കാനുള്ള ആൾക്കാർ, പിന്നെ ആർമി സുവനീർ വാങ്ങിക്കാനുള്ള ആൾക്കാർ, ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാർ, അങ്ങനെ കുറേ ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ക്യൂവിൽ മാത്രമേ നിന്നുള്ളൂ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഫ്രണ്ട് കുറച്ച് നേരത്തെ പോയ കാരണം നമുക്ക് സുവനീർ കിട്ടി. എനിക്ക് ലെറ്റ്സ് ഓപ്പൺ ഫസ്റ്റ്. എനിക്ക് അറിഞ്ഞൂടെ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. ബട്ട് ലെറ്റ്സ് ഓപ്പൺ ഫസ്റ്റ്. ഇത് ഫസ്റ്റത്തെ സാധനം ഇതാണ്, BTS ഐലൻഡ് ഇൻ ദ സോം. നിങ്ങൾക്ക് അറിയായിരിക്കും BTS ഐലൻഡ് ഇൻ ദ സോം ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള കുറച്ച് തിങ്സ്. ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഇതിനെന്താ പറയാന്ന്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഗെയിം കളിക്കാറില്ല.
സോ അതാണിത്. അപ്പോൾ ഇവിടെ കണ്ടോ വി, ഇതുപോലെ എല്ലാ മെമ്പേഴ്സിൻ്റെ ഉണ്ട്. ഓക്കെ, എനിക്ക് കിട്ടിയത് ജിന്നനായിരുന്നു. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ വീനോടായ കാരണം എല്ലാവരും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇതെന്താ വായിച്ചു നോക്കി പോലും ഇല്ല. സോ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സാധനമാണെന്ന് വെച്ചിട്ട് എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ലെറ്റ് മീ എക്സ്ചേഞ്ച് ഓൾസോ. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ വി കിട്ടി. someone wanted ജിൻ, someone wanted ഷുഗർ ആൻഡ് അങ്ങനെ എനിക്ക് വി കിട്ടി. ഓക്കെ, എനിവേ സോ ഇത് അതാണ് സംഭവം. ഇറ്റ്സ് ജസ്റ്റ് ഒരു ഗെയിം കാർഡ്. ഇത് നോക്കാം നമുക്ക്. അതിൻ്റെ ഒരു കോഡ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ BTS ഫെസ്റ്റ BTSൻ്റെ ഇത് ഫെസ്റ്റ 2024 അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു മൊബൈൽ സ്ട്രാപ്പാണ്, കാണുന്നുണ്ടോ, ഫെസ്റ്റ എന്നൊക്കെ എഴുതിയിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ്, ഇന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ. സോ ആർമി ഫെസ്റ്റ 2024 ഹൈബ് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോൺ സ്ട്രാപ്പാണ് ആക്ച്വലി. ഓക്കെ, ഫോണിൻ്റെ എങ്ങനെയാണ് അത് വെക്കാന്ന് എനിക്കൊരു പിടിയില്ല, നോക്കണം. അപ്പോൾ അതാണ് ഇത് സംഭവം, ഫോൺ സ്ട്രാപ്പ്. ഓക്കെ, ഞാനിത് പുറത്തെടുത്ത് കാണിക്കണം. ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ തൂക്കിയിടുന്ന സാധനം തോന്നുന്നു. ഓക്കെ, ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഇതാണ് സംഭവം ഒന്ന്. ഓക്കെ, രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ നമുക്കത് ഇതാണ്. ഓക്കെ, ആക്ച്വലി ഇറ്റ്സ് ക്യൂട്ട്. പേർപ്പിൾ കളർ, കുറേ ആർമി പേർപ്പിൾ കളറിലെ ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇൻസൈഡ്. ഫോട്ടോ കാർഡ്സ്. ഓക്കെ, ഇത് ഞാൻ അവിടെ നിന്ന് ആരോ പൊളിച്ച് നോക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഫോട്ടോ കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നംജൂൻ. ഓക്കെ, ബാക്കിൽ വല്ലതും ഉണ്ടോ? ഫെസ്റ്റ 2024. പിന്നെ നമുക്ക് ജിൻ, പിന്നെ നമുക്ക് ഷുഗർ, ജെഹോപ്പ്, ജിമിൻ, വി, then Jungkook. ഓക്കെ, പിന്നെന്താ ഈ ഒരു സംഭവം. ഇതൊന്നുമല്ല, നമ്മൾ ഈ ഒരു സംഭവം അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു ജസ്റ്റ് കാർഡ്. അപ്പം അത്രയേ ഉള്ളൂ ആർമി സുവനീർ. യൂഷ്വലി എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ കിട്ടാത്ത കാരണം ആർമി സുവനീറൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കായിരുന്നു അവർക്ക് പ്രോഡക്ട്സ് എന്ന് തോന്നി. ബട്ട് മേ ബി കുറേ ആൾക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ദേ have lots of money, they can make it. I mean, it's എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. കുറച്ചും കൂടെ ഒക്കെ നന്നാക്കായിരുന്നു തോന്നി എനിക്ക്. ബട്ട് ഇറ്റ്സ് നൈസ്, it's nice to receive photo cards. Everything is nice. So അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ദിസ് ഈസ് നോട്ട് നൈസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം, വെരി ഫ്രീ ആയിട്ട്. ബിക്കോസ് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറേ മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, പ്ലീസ് സപ്പോർട്ട് മീ. ആൻഡ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.